മോളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഡാഡി ഡ്രൈവറെ അയച്ചിരിക്കുകയാണ്. ഡാഡി അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഡാഡി ടൂറിലായിരുന്നു. വിശേഷിച്ചൊന്നുമില്ല. ഡാഡിക്കും മമ്മിക്കും മോളെ ഒന്ന് കാണാനാ. മമ്മിക്ക് ഇപ്പൊ നല്ല കുറവുണ്ട്. ബിന്ദു പോയി വേഗം ഉടുപ്പ് മാറിയിട്ട് വരും. ഉച്ചയ്ക്ക് മുമ്പ് ചെല്ലണമെന്നാ ഡാഡി പറഞ്ഞത്. ഞാൻ ഗാർഡനിൽ നിന്ന് 2-3 റോസാപ്പൂ പറിച്ചോട്ടെ? മമ്മിക്ക് പൂക്കള് വലിയ ഇഷ്ടമാ. മോള് വേഗം പോയി റെഡി ആയിട്ട് വരും. ഞാൻ പൂക്കൾ പറപ്പിച്ചു വെച്ചേക്കാം. മദർ, രാധേ, തോട്ടത്തിന് 3-4 നല്ല റോസാപ്പൂക്കൾ പറിച്ചുകൊണ്ടുവരും. ബിന്ദുമോൾക്ക് കൊടുത്തയക്കാനാ. ബിന്ദുമോളുടെ ഡാഡി അദ്ദേഹം ആശുപത്രിയിലുണ്ട്. ഭാര്യയുടെ നില ഗുരുതരമായതുകൊണ്ട് വെല്ലൂരിൽ നിന്ന് വലിയൊരു ഡോക്ടറെ വരുത്തിയിട്ടുണ്ട്. ആര് നോക്കിയാലും ദൈവം നിശ്ചയിക്കുന്ന പോലെ അല്ലാതെ നടക്കുമോ അത്? മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ മിസ്സസിന്റെ അസുഖം ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. കുട്ടികളാരുമില്ലേ? ഒരു മകളേ ഉള്ളൂ ഡോക്ടർ. അവൾ പുറത്ത് പഠിക്കുകയാണ്. കാലത്തെ കണ്ടീഷൻ കണ്ടപ്പം മോളെ വിളിപ്പിക്കണമെന്ന് ഞാൻ മിസ്റ്റർ മേനോനോട് പറഞ്ഞു. രാവിലെ തന്നെ അവളെ കൊണ്ടുവരാൻ ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. ഡോക്ടർ, 1 മണിക്കൂർ ഇടവിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. വിൽ ട്രൈ യുവർ ബെസ്റ്റ്. യെസ് ഡോക്ടർ. ഡോക്ടർ ജോസഫിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ ഡോക്ടറെ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. യു ആർ എ സ്പെഷ്യലിസ്റ്റ്. ടെൽ മീ ഓണസ്റ്റ്ലി ഡോക്ടർ, എന്റെ ഷീല രക്ഷപ്പെടുമോ? മിസ്റ്റർ മേനോൻ, ട്രീറ്റ്മെന്റ് നടത്തേണ്ട ഒരു ഡോക്ടറാണെങ്കിലും ഫലം തരേണ്ടത് ഈശ്വരനാണ്. എന്റെ ഷീല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആട്ടെ, എങ്ങനെയാണ് ഈ അസുഖം തുടങ്ങിയത്? ഡോക്ടർ, ഷീല എന്റെ 2ാമത്തെ ഭാര്യയാണ്. ആദ്യത്തെ ഭാര്യ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ശ്രീമോൾ. ശ്രീമോളെ, Good morning, sir. Morning, sir. Good morning. 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 സാർ, ഞാൻ പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓ, സൗകര്യം പോലെ മതി. വക്കച്ച വരാൻ പറയാൻ. എന്തോ? അവരോട് വരാൻ പറയാൻ. ആ,
ഗുഡ് മോർണിംഗ്. യുവർ നെയിം? ഷീല. യുവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്? ഡയറക്ടർ ഇവിടെ ഡയറക്ടർ ഒന്നും വേണ്ട വക്കച്ചാ, താൻ പുറത്തു പോ. Sit down. ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് അറിയാം? കുറച്ചൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് സർ. കുറച്ചായിട്ടൊന്നും അറിയരുത്. ഒന്നുകിൽ പൂർണ്ണമായിട്ടെല്ലാം അറിയുക, അല്ലെങ്കിൽ അറിയാതിരിക്കുക. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സർ. എവിടെ താമസം? വർക്ക് വുമൻസ് ഹോസ്റ്റലിൽ കൂടാമെന്നാണ് കരുതുന്നത്. അവിടെ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ഇവിടുത്തെ വർക്കെല്ലാം കഴിയും വേഗം മനസ്സിലാക്കിയെടുക്കാം. ബെല്ലടിക്കുന്നതോ? എന്താ എടോ ബെല്ലടിക്കുന്നെന്ന്? വക്കച്ചാ, ഇവർക്ക് സീറ്റ് കാണിച്ചു കൊടുക്കുക. പോസ്റ്റ് ഇതുവരെ വന്നില്ല സാർ. എടോ, ഇവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ബാബോളെ ഇതാണ് മോളുള്ള സീറ്റ്. ദൈവം തമ്പുരാനെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് ഇരുന്നാട്ടെ. മാഡം മുതലാളിയുടെ പുതിയ പി എ ആണല്ലേ? ഏയ്, പായ്പാട്ടുകാരിയല്ല, എന്റെ നാട്ടുകാരിയാ. ഞാൻ കൊണ്ടുവന്നതാ. എടോ, ചെവി കേൾക്കാൻ വയ്യെങ്കിൽ വല്ല ഇയർഫോൺ വാങ്ങിച്ചോക്കെ. ടെലിഫോൺ വാങ്ങി വീട്ടിൽ വെക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? അല്ലേ മോളെ? തന്നോടൊക്കെ സംസാരിക്കുന്ന ഞങ്ങളെ വേണം തല്ലാൻ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തിരുന്നത്? ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ നളിനാക്ഷൻ, ഇവിടുത്തെ ക്ലർക്ക്. എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 15 years എക്സ്പീരിയൻസ് ഉണ്ട്. താൻ എല്ലാ പെണ്ണുങ്ങളോടും കാണിക്കുന്ന ശൃംഗാരം ഉണ്ടല്ലോ, അത് ഈ പെൺകൊച്ചോട് വേണ്ട. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്ത് പീരിയൻസ് ആയാലും ഈ മുറത്തെ കയറി കൊത്തണ്ടാന്നാ പറഞ്ഞത്. വേണ്ടെങ്കി വേണ്ട. മോളെ, ഇവനൊക്കെ അത് പറഞ്ഞു തരാം, ഇത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വരും. എന്തിനാണെന്ന് അറിയാമോ? പഞ്ചാര അടിക്കാൻ. ദേ ഇങ്ങോട്ട് നോക്കിയേ. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ദേ, 2ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റ പാർട്ടിയാ. സംശയം തീർത്ത് തരാൻ പോകുന്നു. ചുമ്മാ വല്ല ചെവി കേൾക്കാത്തത്. അപ്പൊ മൊത്തം 27 ഇഷ്ടിക പൊട്ടിപ്പോയിട്ടുണ്ടല്ലേ? അതെ. അത് കുറയ്ക്കണ്ടേ? ഇത്രയധികം ഇഷ്ടി ഇറക്കുമ്പോ 10-27 പൊട്ടിപ്പോയത് അതൊരു കണക്കാക്കി എടുക്കാവോ സത്യശീലൻ സാറേ? താൻ എന്താ വിളിച്ചത്? സത്യശീലൻ സാറേന്ന്. അപ്പോ എന്റെ പേര് തനിക്കറിയാം, സത്യശീലൻ. അതായത് സത്യം ശീലമാക്കിയിട്ടുള്ളവൻ. ഒരു മണത്തരിയുടെ കാര്യത്തിൽ പോലും എന്റെ മുതലാളിക്ക് സത്യദോഷം ചെയ്തിട്ടില്ല ഇതുവരെ. അടുത്ത തവണ ഇറക്കുമ്പോ 27 ഇഷ്ടിക കൂടുതൽ ഇറക്കിയേക്കണം. മനസ്സിലായോ? മനസ്സിലായി. ആ ശരി. ആ അപ്പൊ ഇത് എത്രാമത്തെ ചാക്ക? 8. അപ്പൊ 10-ന് 8. 10 6 ഇട്ടാ മതി. മുതലാളിക്ക് വല്ല സംശയം തോന്നുന്നു. കഴിഞ്ഞ തവണ 8 ഇട്ടത്. എന്നാ 7 വീതം ഇട്ടോ. സത്യദോഷം ചെയ്യണ്ട. മിച്ചം വരുന്ന സിമന്റ് രാത്രി ഒരു കട്ടവണ്ടി പിടിച്ച് എന്റെ വീട്ടിലെത്തിച്ചേരെ. അയ്യോ, അത് നീ പേടിക്കണ്ടടാ കുട്ടപ്പ, നിന്നെ ഞാൻ മൈൻഡ് ചെയ്തോളാം. മുതലാളി വരണം. എടാ, വടക്കേ ഇന്ത്യയിൽ ഈയിടെ ഒരു പാലം തകർന്ന് അതീ വീണ് കുളമായത് നീ വായിച്ചില്ലേ? എന്താ കാര്യമെന്നറിയാവോ? സിമന്റ്. സിമന്റാ? അല്ല, നിന്റെ തല. എന്താ സത്യശീല? അല്ല സാർ, ഈ സിമന്റ് മിക്സ് ചെയ്യുന്ന കാര്യം പറയായിരുന്നു. 10-ന് 8 ഇട്ടാ പോയെന്നാ കുട്ടപ്പൻ ചോദിക്കുന്നത്. 10-ന് 8 മതിയല്ലോ. അയ്യോ, അത് പോരെ സാർ. ഇപ്പോഴത്തെ സിമന്റ് അല്ലേ, വിശ്വസിച്ചുകൂടാ. അതുകൊണ്ട് 10-ന് 9 തീർച്ചയായും ഇടണമെന്ന് ഞാൻ പറയുകയായിരുന്നു. 10-ന് 8 മതി, നല്ല സ്ട്രോങ് ആയിരിക്കും. ആ, എന്നാ കുട്ടുമതി ഏട്ടപ്പാ. അല്ല, 8 മതി കുട്ടപ്പാ. ആ കുട്ടിയുടെ ഇരിപ്പ് കണ്ടിട്ട് ചിരിച്ചു പോയതാ. ഞാൻ ഷീല, സാറിന്റെ പുതിയ പി ആണ്. ഞാൻ എം ഡിയുടെ പി ആണ്. എം ഡി ഇല്ലാത്തപ്പോ പിയുടെ പെർമിഷൻ വാങ്ങി വേണം അകത്ത് കയറാൻ.
എന്താ മോളെ ബഹളം വെക്കുന്നത്? വിശക്കുന്നുണ്ടാവും അല്ലേ? ജ്യൂസും ബിസ്ക്കറ്റും റെഡി. കുടിക്ക്. സാറിന്റെ മോളാ. വൈകിട്ട് സ്കൂള് വിട്ടാ നേരെ ഇവിടെ വരും. പിന്നെ ഡാഡി മോളും കൂടിയാ പോകുന്നത്. എന്നെ വിറപ്പിച്ചു കഴിഞ്ഞു. മോളെ, ഇത് ഡാഡിയുടെ പിയാ, വക്കച്ചന്റെ നാട്ടുകാരിയാ. അതുകൊണ്ടാ ഇത്തിരി കുറവ്. മധുരം കുറവാണെന്നോ? പഞ്ചാര ഇപ്പം കൊണ്ടുവരാം. വക്കച്ചൻ ചേട്ടനെ ചെവി ചിലപ്പോഴേ കേൾക്കും. അങ്ങോട്ട് വെച്ചു പോയി. മതി മതി. എത്രയുണ്ട് സത്യശീല? 76 സാർ. അപ്പൊ കണക്ക് ശരിയല്ലേ? എനിക്കൊരു ഓർമ്മ പശ പറ്റിയതാ. ഇനി ബ്രെഡ് അളന്ന് നോക്ക്. ബോളിന്റെ തിക്നെസ് തള്ളി വേണം അളക്കാൻ. ഇങ്ങോട്ട് പറ. ഡാഡി, മോളിങ്ങി പോന്നോ? ഞാൻ എത്ര നേരമായി ഓഫീസിൽ കാത്തിരിക്കുന്നു. അല്പം ജോലി തിരക്കുണ്ടായിരുന്നു മോളെ. മോളെന്തിനാ ഇവിടെ കയറി വന്നത്? താഴെ നിന്നാ മതി, ഡാഡിയെ ഞാൻ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞതാ. കേക്കണ്ടേ? എനിക്കിതെല്ലാം ഒന്ന് കാണേണ്ടേ ഡാഡി. കണ്ടോ? ഡാഡി, ഞാൻ ഡാഡിയുടെ പുതിയ പിയെ കണ്ടു. ഞാനൊന്ന് വരട്ടി നോക്കി. എന്നിട്ട് എന്നെയും വരട്ടി. വെരി ഗുഡ് വുമൻ. ഡാഡി, ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണാവോ? ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. മുകളിലത്തെ നിലയിൽ നോക്കിയാൽ കാണാം. ആകാശത്തിന് ഒരു കയറ് കെട്ടിയാ അവിടെ ഷൂന്ന് അങ്ങ് വീട്ടിലെത്താം. പോവാം. സാർ, നാളെ മോളില് സെന്ററിങ്ങിന്റെ പണി വെച്ചിരിക്കുക. സാറ് രാവിലെ അല്പം നേരത്തെ വന്നാൽ കൊള്ളാമായിരുന്നു. രാവിലെ ഞാൻ വരാൻ അല്പം വൈകും. മോളെയും കൊണ്ട് അമ്പലത്തിൽ പോണം. വിശേഷിച്ച് നാളെ ഇവളുടെ അമ്മയുടെ ചരമദിനമാണ്. നമ്മളെ ഡാഡി, ദേ ഡാഡിയുടെ പിയ വരുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ശ്രീമോളുടെ മമ്മി വന്നില്ലേ? എനിക്ക് മമ്മി ഇല്ലല്ലോ. ഇന്ന് അവളുടെ അമ്മ മരിച്ചിട്ട് 6 വർഷം തികയാണ്. എവിടെന്നാ റോസാപ്പൂക്കൾ? പൂക്കൾ ഇഷ്ടമാണോ? പോവാം. ഞങ്ങൾ പോകട്ടെ പിയെ. ഷീലയ്ക്കൊരു എഴുത്തുണ്ട്. വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. പ്രിയമുള്ള എന്റെ ഷീലയ്ക്ക് കത്ത് കിട്ടി. നഗരവും ഉദ്യോഗവും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. നീ പോയ ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ആൽത്തറയും പുഴക്കടവും ഒഴിഞ്ഞു കിടക്കുന്നു. ഒറ്റയ്ക്കായപ്പോൾ ഞാനിവിടെ ഓർമ്മകളുമായി നിൽക്കാറുണ്ട്. നീ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ലടി വണ്ണേ. അമ്മായിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നീ എന്നാണ് നാട്ടിലേക്ക് വരിക? നഗരത്തിന്റെ വർണ്ണപ്പയറ്റിൽ ഗ്രാമത്തിന്റെ ശാലീനത കൈമോശം വരാതെ സൂക്ഷിക്കുക. നിർത്തട്ടെ. സസ്നേഹം. എന്റേതു മാത്രമായ ഷീലയ്ക്ക് നിന്റേത് മാത്രമായ ഗൗതമേട്ടൻ.